ഹലോ എവരി വൺ, വെൽക്കം ടു സ്വിച്ച് ആൻഡ് ബൾബ് യൂട്യൂബ് ചാനൽ. ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് സിംഗിൾ ഫേസ് പവർ മെഷർമെൻറ്റ് ബൈ യൂസിങ് വാട്ട് മീറ്റർ എന്ന എക്സ്പെരിമെൻറ്റിനെ കുറിച്ചാണ്. ഇതിൻ്റെ എയിം ടു മെഷർ എ സിംഗിൾ ഫേസ് പവർ കൺസ്യൂംഡ് ബൈ ദ ലോഡ് യൂസിങ് എ വാട്ട് മീറ്റർ. ഒരു സിംഗിൾ ഫേസ് സർക്യൂട്ടിലെ ലാമ്പ് ലോഡ് വർക്ക് ചെയ്യുമ്പോൾ അഥവാ ബൾബുകൾ പ്രകാശിക്കുമ്പോൾ ആ ബൾബുകൾ എത്ര പവർ കൺസ്യൂം ചെയ്തു എന്നത് ഒരു വാട്ട് മീറ്റർ ഉപയോഗിച്ച് മെഷർ ചെയ്യുന്ന രീതിയാണ് ഈ വീഡിയോയിലൂടെ ചെയ്തു കാണിക്കുന്നത്. ഇനി നമുക്ക് സർക്യൂട്ടിനെ പരിചയപ്പെടാം. ഇവിടെ സോഴ്സായി ഉപയോഗിക്കുന്നത് 230 വോൾട്ട് 50 ഹെർട്സ് AC സപ്ലൈ ആണ്. അതിന് 2 ടെർമിനൽസ് ഉണ്ട്, ഫേസ് ആൻഡ് ന്യൂട്രൽ. അതാണ് പിയും എന്നും. രണ്ടാമത്തെ DPSC സ്വിച്ച്. ഈ സർക്യൂട്ടിലേക്കുള്ള സപ്ലൈ ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനുമാണ് ഇത് ഉപയോഗിക്കുന്നത്. അടുത്തത് ഫ്യൂസ്. ഈ സർക്യൂട്ടിൽ ഓവർലോഡോ ഷോർട്ട് സർക്യൂട്ടോ സംഭവിക്കുകയാണെങ്കിൽ ഹൈ കറണ്ട് ഫ്ലോയിൽ നിന്ന് സർക്യൂട്ടിനെ പ്രൊട്ടക്റ്റ് ചെയ്യും. അടുത്ത ഓട്ടോ ട്രാൻസ്ഫോമർ. AC എന്ന് പറയുന്നത് പ്രൈമറി സൈഡും EC എന്ന് പറയുന്നത് സെക്കൻഡറി സൈഡുമാണ്. അതായത് AC എന്ന് പറയുന്ന ഇൻപുട്ടും EC എന്ന് പറയുന്നത് ഔട്ട്പുട്ടും. ഈ ഔട്ട്പുട്ട് ടെർമിനൽസിൽ നിന്നാണ് നമ്മൾ സർക്യൂട്ടിലേക്ക് കണക്ഷൻ കൊടുക്കുക. അടുത്ത വോൾട്ട്മീറ്റർ പാരലായിട്ടാണ് കണക്ട് ചെയ്യുക. അമീറ്റർ ലോഡിന് സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യണേ. വോൾട്ട്മീറ്റർ 300 വോൾട്ട് MI ടൈപ്പ്, അമീറ്റർ 5 ആംപിയർ MI ടൈപ്പ്. ഇനി വാട്ട് മീറ്ററാണ്. 300 5 ആംപിയർ UPF വാട്ട് മീറ്ററാണ്. ഇതിന് 2 കോയിലുണ്ട്, കറണ്ട് കോയിൽ, പ്രഷർ കോയിൽ. 4 ടെർമിനൽസ് ഉണ്ട്. കറണ്ട് കോയിലിൻ്റെ M L, പ്രഷർ കോയിലിൻ്റെ CV ടെർമിനലാണ്. ഇതാണ് ലോഡ് എന്ന് പറയുന്നത്, ലാമ്പ് ലോഡ്. ഓരോ ലാമ്പിനും ഓരോ സ്വിച്ചുകളുണ്ട്. ആ സ്വിച്ചുകൾ ഓൺ ചെയ്താൽ മാത്രമേ ലാമ്പ് വർക്ക് ചെയ്യുള്ളൂ. ഇതാണ് സർക്യൂട്ട് ഡയഗ്രത്തിലെ ലോഡ്, ലാമ്പ് ലോഡ്. സ്വിച്ചസ് ഉണ്ട്. ഇത് വാട്ട് മീറ്ററാണ്. അത് അമീറ്റർ 0 to 5 ആംപിയർ. വോൾട്ട്മീറ്റർ 300 വോൾട്ട്മീറ്റർ. വാട്ട് മീറ്റർ 0 to 270 വോൾട്ടേജ് 10 ആംപിയർ. 0 മുതൽ 270 വരെ വോൾട്ടേജ് വേരി ചെയ്തിട്ട് നമുക്ക് ഔട്ട്പുട്ടിലേക്ക് കൊടുക്കാം. നമ്മൾ ഈ സർക്യൂട്ടിൽ ആവശ്യമുള്ളത് 230 വോൾട്ടേ ഉള്ളൂ. ഇതാണ് DPSC സ്വിച്ച്. സപ്ലൈ ഓൺ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് DPSC സ്വിച്ച് ഉപയോഗിക്കുന്നത്. ഇൻപുട്ട് ടെർമിനൽസ് ഉണ്ട്, ഔട്ട്പുട്ട് ടെർമിനൽസ് ഉണ്ട്, ഫ്യൂസ്, ന്യൂട്രൽ ലിങ്ക്. ഓട്ടോ ട്രാൻസ്ഫോമറിൻ്റെ ഇൻപുട്ട് സപ്ലൈ ആണ് കൊടുക്കുന്നത്. ഇനി സർക്യൂട്ട് ഡയഗ്രത്തിൽ നോക്കി വയറിംഗ് ചെയ്യുക. ആദ്യം ഓട്ടോ ട്രാൻസ്ഫോമറിൻ്റെ എന്ന് പറഞ്ഞ ടെർമിനൽ, അതായത് ഫേസ്, നേരെ വോൾട്ട്മീറ്ററിൻ്റെ 300 എന്ന ടെർമിനലിലേക്ക് കൊടുക്കുക. അവിടെ നിന്നും അമീറ്ററിൻ്റെ M എന്ന് പറഞ്ഞ ടെർമിനലിലേക്ക് കൊടുക്കുക. അമീറ്ററിൻ്റെ L എന്ന ടെർമിനലിൽ നിന്നും വാട്ട് മീറ്ററിൻ്റെ MC എന്ന ടെർമിനലിലേക്ക് കൊടുക്കുക. ആദ്യം എമ്മിലേക്ക് കൊടുക്കുക, പിന്നെ M C ഒരു വയർ എടുത്തിട്ട് ജോയിൻറ്റ് ചെയ്യുക. ഈ 2 ടെർമിനൽസും കറണ്ട് കോയിലിൻ്റെയും പ്രഷർ കോയിലിൻ്റെയും ആദ്യത്തെ ടെർമിനലാണ്. അതിൽ ഫേസ് കൊടുത്തു. ഇതാണ് വാട്ട് മീറ്ററിൻ്റെ MC എന്ന ടെർമിനൽ. ഇനി വാട്ട് മീറ്ററിൻ്റെ L നിന്നും ലോഡിൻ്റെ ടെർമിനലിലേക്ക് കണക്ട് ചെയ്യാം. ഇനി ഓട്ടോ ട്രാൻസ്ഫോമറിൻ്റെ C എന്ന ടെർമിനലിൽ നിന്നും വോൾട്ട് മീറ്റർ ടെർമിനലിലേക്കും വാട്ട് മീറ്റർ ടെർമിനലിലേക്കും
ലോഡിലേക്കും കണക്ട് ചെയ്യുക. അവ ഏതൊക്കെയെന്ന് നോക്കാം. ഓട്ടോ ട്രാൻസ്ഫോമറിൻ്റെ ന്യൂട്രൽ ടെർമിനൽ ബ്ലാക്ക് കളർ, അതിൽ നിന്നും വോൾട്ട് മീറ്ററിൻ്റെ കോമൺ ടെർമിനൽ കൊടുക്കുക. അവിടെ നിന്നും വാട്ട് മീറ്ററിൻ്റെ 300 വോൾട്ട് എന്ന ടെർമിനലിലേക്ക് കണക്ട് ചെയ്യുക. ഇനി 300 ടെർമിനലിൽ നിന്നും ലോഡിൻ്റെ ന്യൂട്രൽ പോയിന്റിലേക്ക് കണക്ട് ചെയ്യുക. ബ്ലാക്ക് ടെർമിനലായിരിക്കും അത്. ഓക്കെ, സർക്യൂട്ട് എല്ലാം ചെയ്ത് കഴിഞ്ഞു. ഇനി ചെക്ക് ചെയ്യാം. ഫേസിൽ നിന്ന് 300 വോൾട്ടിലേക്കും അവിടുന്ന് അമ്മീറ്ററിൻ്റെ എം എന്ന ടെർമിനലിലേക്കും അമ്മീറ്ററിൻ്റെ എൽ എന്ന ടെർമിനൽ പോയിന്റിൽ നിന്ന് വാട്ട് മീറ്ററിൻ്റെ എം സി എന്ന ടെർമിനലിലേക്ക് കൊടുക്കുക. അത് രണ്ടും ജോയിൻ ചെയ്ത ശേഷം എൽ എന്ന ടെർമിനലിൽ നിന്ന് ലോഡിൻ്റെ ഫേസ് ടെർമിനലിലേക്ക് കൊടുക്കുക. ഓക്കെ, ഇനി ന്യൂട്രൽ ഓട്ടോ ട്രാൻസ്ഫോമറിൻ്റെ ന്യൂട്രലിൽ നിന്നും ബ്ലാക്ക് ടെർമിനലിൽ നിന്നും വോൾട്ട് മീറ്ററിൻ്റെ കോമൺ ടെർമിനൽ എന്ന കൊടുക്കുക. കോമൺ ടെർമിനലിൽ നിന്നും വാട്ട് മീറ്ററിൻ്റെ 300ലേക്ക് കൊടുത്തു. അവിടെ നിന്നും ലോഡിലേക്ക് കണക്റ്റ് ചെയ്തു. ഇനി നമുക്ക് ടാബുലർ കോളത്തിലേക്ക് നോക്കാം. എന്തൊക്കെയാണ് നമ്മൾ മെഷർ ചെയ്യേണ്ടത്? മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ, വോൾട്ട് മീറ്റർ റീഡിംഗ്, ആ വോൾട്ട് മീറ്ററാണ്. അമീറ്റർ റീഡിംഗ്, വാട്ട് മീറ്റർ റീഡിംഗ്. ഇനി നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ എന്ന വാല്യൂ കാണേണ്ടതുണ്ട്. അത് എന്തിനാന്ന് വെച്ചാൽ, നമ്മൾ വാട്ട് മീറ്ററിൽ കാണുന്ന റീഡിങ് ആക്ച്വൽ പവർ ആയിരിക്കില്ല. അതിന് മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ എന്ന വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് മാത്രമാണ് ഒരു ആക്ച്വൽ പവറായിട്ട് കിട്ടുന്നത്. ഇനി വാട്ട് മീറ്ററിൻ്റെ റീഡിങ് സ്കെയിലിലേക്ക് നോക്കൂ. ഇവിടെ കാണുന്നത് ബ്ലൂ കള്ളിക്കുള്ള അകത്തുള്ളത് വ്യത്യസ്ത വോൾട്ടേജ് റേഞ്ചിലുള്ള വാല്യൂകളാണ്. 75, 150, 300 വോൾട്ട്. അതിന് താഴെയായിട്ട് 10 ആംപ്സ്, 20 ആംപിയർ എന്ന കറണ്ട് റേഞ്ചും ഉണ്ട്. അതുമാത്രമല്ല, റീഡിംഗ് സ്കെയിലിൽ നമുക്ക് കാണാവുന്നതാണ് 75 വാട്ട്, 150 വാട്ട്, 300 വാട്ട്. ഇത്തരത്തിലുള്ള വാട്ട് മീറ്ററിനെ വിളിക്കുന്ന പേരാണ് മൾട്ടി റേഞ്ച് വാട്ട് മീറ്റർ. ഈ മൾട്ടി റേഞ്ച് വാട്ട് മീറ്റർ ഉപയോഗിച്ച് പവർ മെഷർ ചെയ്യണമെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ വാല്യൂ കാണേണ്ടതുണ്ട്. ഈ മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ വാല്യൂ കൊണ്ട് വാട്ട് മീറ്ററിൽ കാണുന്ന റീഡിങ്ങിനെ മൾട്ടിപ്പിൾ ചെയ്താൽ മാത്രമാണ് ആക്ച്വൽ പവർ കിട്ടുന്നത്. അതിന് നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ കാണണം. അതിൻ്റെ ഇക്വേഷനാണത്. സെലക്റ്റഡ് വോൾട്ടേജ്, സെലക്ടർ കറൻറ്റ്, പവർ ഫാക്ടർ ഓഫ് വാട്ട് മീറ്റർ ഡിവൈഡ് ബൈ ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ ഓഫ് വാട്ട് മീറ്റർ. അപ്പോൾ സർക്യൂട്ടിൽ നമ്മൾ സെലക്റ്റഡ് വോൾട്ടേജ്, നമ്മൾ ലോഡ് വർക്ക് ചെയ്യുന്നത് 230 വോൾട്ടിലാണ്. അപ്പോൾ വാട്ട് മീറ്ററിൻ്റെ 300 വോൾട്ടാണ് സെലക്ട് ചെയ്യേണ്ടത്. ഇനി സെലക്റ്റഡ് കറൻറ്റ്. ഇവിടെ ശ്രദ്ധിക്കുക, കറൻറ്റ് റേഞ്ച് നമ്മൾ നേരത്തെ നോക്കിയത് 10 ആംപിയർ, 20 ആംപിയർ. ഓക്കെ, ഇവിടെ രണ്ട് കോമ്പിനേഷൻ ഉണ്ട്. B1 B2 10 ആംപിയറും B1 E1 B2 E2 എന്നുള്ളത് 20 ആംപിയർ റേഞ്ചുമാണ്. നമുക്ക് 10 ആംപിയർ റേഞ്ച് സെലക്ട് ചെയ്താൽ മതി. നമ്മളെ ലോഡ് ഒരു ബിലോ 10 ആംപിയർ ആണ്. അതുകൊണ്ട് 10 ആംപിയർ റേഞ്ച് സെലക്ട് ചെയ്യാം. B1 B2 ജോയിൻ ചെയ്താൽ ലോവർ വാല്യൂ 10 ആംപിയർ.
സെലക്ടഡ് കറൻറ്റ് 10 ആംപിയർ ഇൻറ്റു പവർ ഫാക്ടർ ഓഫ് റീഡിങ്. ആ വാട്ട് മീറ്റർ റീഡിങ്ങിൽ ഇല്ലേ ടൈപ്പ് ഓഫ് SW1 അത് യൂണിറ്റി പവർ ഫാക്ടറാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ ഓഫ് വാട്ട് മീറ്റർ. വാട്ട് മീറ്ററിൻ്റെ മുകളിൽ റീഡിങ് ഡയലിൻ്റെ മുകളിൽ മാക്സിമം 750 വാട്ടാണ്. ഈ വാല്യൂ 3000 ഡിവൈഡ് ബൈ 750 = 4. ഇതാണ് മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ വാല്യൂ. ഈ വാല്യൂ കൊണ്ടായിരിക്കണം വാട്ട് മീറ്ററിൽ കാണുന്ന റീഡിങ്ങിനെ മൾട്ടിപ്ലൈ ചെയ്താൽ ആക്ച്വൽ പവർ നമുക്ക് ലഭിക്കും. ഇനി DPSC സ്വിച്ച് ഉപയോഗിച്ച് സപ്ലൈ ഓൺ ചെയ്തു. ഓട്ടോ ട്രാൻസ്ഫോമർ മിനിമം പൊസിഷനിലായിരിക്കണം. ആരംഭഘട്ടത്തിൽ ഓൺ ചെയ്തു. ഇനി 230 വോൾട്ട് ആവുന്നത് വരെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് 230 വോൾട്ട് ആവുന്നവരെ ഓട്ടോ ട്രാൻസ്ഫോമർ ഇൻക്രീസ് ചെയ്യാം. അപ്പോൾ 230 വോൾട്ടേജ് കറണ്ട് ലോഡ് ഇല്ലാത്തതിനാൽ കറണ്ട് 0 ആയിരിക്കും. വാട്ട് മീറ്റർ റീഡിങ് 0 ആയിരിക്കും. അപ്പോൾ ടോട്ടൽ പവർ 0 ആയിരിക്കും. രണ്ടാമത്തെ റീഡിങ് കുറച്ച് ലോഡ് അപ്ലൈ ചെയ്യാം. ആ സമയത്തുണ്ടാകുന്ന റീഡിങ്ങൾ നമുക്ക് നോട്ട് ചെയ്യാം. വോൾട്ട് മീറ്റർ റീഡിങ് നോക്കുക. ആ മീറ്ററിൽ കാണിക്കുന്ന റീഡിങ് എത്ര വെച്ചാൽ 1.25 ആംപിയർ. വാട്ട് മീറ്റർ റീഡിങ് നോക്കുക. 60 വാട്ടാണ്. അപ്പോൾ അത് 4 ഗുണിക്കണം 60 സമം 240 വാട്ടാണ്. ഈ തന്നിരിക്കുന്ന ലാമ്പ് ലോഡ് വർക്ക് ചെയ്യുമ്പോൾ കിട്ടുന്നത്. ഇനി 3, 4, 5 റീഡിങ്ങൊക്കെ നിങ്ങൾ എടുക്കുക. ആറാമത്തെ റീഡിങ് കുറച്ച് ലോഡ് അപ്ലൈ ചെയ്തു. ഇനി വോൾട്ട് മീറ്റർ റീഡിങ് എടുക്കുക. ഈ സമയത്തുള്ളത് 220 വോൾട്ടേജ്. ഇനി അമ്മീറ്റർ റീഡിങ് എടുക്കുക. 3.9. വാട്ട് മീറ്റർ റീഡിങ് 212. ഇനി ടോട്ടൽ പവർ എങ്ങനെ കാണാം? മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ വാല്യൂ ഇൻറ്റു വാട്ട് മീറ്റർ റീഡിങ്. 848 വാട്ട്സാണ് ഈ ലാമ്പ് ലോഡ് വർക്ക് ചെയ്യുമ്പോൾ പവർ കൺസ്യൂം ചെയ്യുന്നത്. ഇനി നമ്മൾ സാമ്പിൾ കാൽക്കുലേഷൻ റീഡിങ് എടുക്കാം. ഏതെങ്കിലും ഒരു റീഡിങ് സാമ്പിൾ കാൽക്കുലേഷൻ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ആറാമത്തെ റീഡിങ് എടുക്കാം. അപ്പോൾ റീഡിങ് നമ്പർ 6. ഓക്കെ. വോൾട്ട് മീറ്റർ റീഡിങ് എത്രയാണ്? 220. അമീറ്റർ റീഡിങ് 3.9 ആംപിയർ. വാട്ട് മീറ്റർ റീഡിങ് 212 വാട്ട്സ്. ആക്ച്വൽ പവർ മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ വാല്യൂ ഗുണിക്കണം വാട്ട് മീറ്റർ റീഡിങ്. 4 ഗുണിക്കണം 212 848 വാട്ട്. ഇങ്ങനെയാണ് പവർ മെഷർ ചെയ്യുന്നത്. ലോഡുകൾ ഓഫാക്കുക. ഓട്ടോ ട്രാൻസ്ഫോമർ മിനിമം പൊസിഷനിൽ കൊണ്ടുവെക്കുക. പവർ ഓഫ് ചെയ്യാൻ ശേഷം എല്ലാം ഡിസ്കണക്ട് ചെയ്യാം. ഓക്കെ.